ശ്രീ ജോബ് മൈക്കിൾ. സാർ, സുപ്രീം കോടതി തോറ്റു, ഹൈക്കോടതി തോറ്റു. നമ്മുടെ മാത്യു കുണനാടൻ അന്താരാഷ്ട്ര കോടതി പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സഭയിൽ വന്ന് സമരം ചെയ്യുക. നമുക്കറിയാമല്ലോ, കേരളത്തിന്റെ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണം പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോലും വിശ്വാസമില്ലാതെ ഈ സഭയിൽ വന്ന് ഇങ്ങനെ രീതി ചെയ്യുന്നത് ശരിയല്ല സാർ. എൻ്റെ ചോദ്യം, സമൂഹത്തിലെ തികച്ചും സാധാരണക്കാരായ സ്ത്രീകളെ കൂടുതലായി ടൂറിസം രംഗത്തേക്ക് ആകർഷിച്ചുകൊണ്ട് ടൂറിസം മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം ഉയർത്തുന്നതിനും സ്ത്രീ സൗഹാർദ്ദ ടൂറിസം കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി വിശദീകരിക്കാമോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, സ്ത്രീ സംരംഭകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് നടപ്പിലാക്കാൻ ആലോചിക്കുന്ന സന്തോഷ വിവരം ഈ സഭയെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. പദ്ധതിക്ക് ഈ മാസം അംഗീകാരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കാണ് പലിശ ഇളവ് നൽകുക. ഇതുവഴി കൂടുതൽ സ്ത്രീകളെ ടൂറിസം മേഖലയ്ക്ക് ആകർഷിക്കുവാൻ സാധിക്കും സാർ. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തിൻ്റെ ഭാഗമായി സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരംഭകരെയും വിനോദസഞ്ചാരികളെയും വേഗത്തിൽ ബന്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര മൊബൈൽ ആപ്പിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ടോ? ആ പ്രവർത്തനം വിപുലീകരിക്കാൻ നടപടിയുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള പരിശോധന പൊതുവെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നല്ല നിലയിൽ ഈ മേഖലയിൽ ഗുണകരമാകുന്ന നിലയിൽ മാറ്റാൻ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധിക്കുമെന്നുള്ളത് സഭയെ അറിയിക്കുക.